രാജ്യസഭാ സീറ്റ് ചർച്ചയ്ക്കായുള്ള LDFന്റെ യോഗവും ഇന്ന് ചേരുന്നുണ്ട്. വിവരങ്ങൾ ഡി ബിനോയ് തന്നെ നൽകും. ബിനോയ്, LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ കീറാമുട്ടിയായി മാറിയിരിക്കുകയാണ് ഈ രാജ്യസഭാ സീറ്റ് തർക്കം. നേരത്തെ കേരള കോൺഗ്രസും ശക്തമായ ഒരു ആവശ്യം ഉന്നയിച്ചു. അവർക്ക് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം നൽകി ഒരു അനുനയത്തിന് ശ്രമിച്ചു. അവർ വഴങ്ങിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിലൊരു ഒത്തുതീർപ്പിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്? ഇന്ന് വൈകിട്ടാണ് ഇടതുമുന്നണി യോഗം ചേരുന്നത്. ഈ യോഗം പ്രധാനമായും കേരള കോൺഗ്രസ് എമ്മിനെ അനുനയിപ്പിച്ച് കൂടെ നിർത്തുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഉഭയകക്ഷി ചർച്ച വിളിച്ചിരുന്നെങ്കിൽ പോലും CPIയും കേരള കോൺഗ്രസ് എമ്മും സീറ്റ് കിട്ടുന്നതിൽ നിന്നും പിന്മാറില്ല എന്ന നിലപാട് അറിയിച്ചു. കാരണം 2 രാജ്യസഭാ സീറ്റുകളാണ് ഒഴിവ് വരുന്നത്. ഒരെണ്ണം CPIയുടേതും മറ്റത് CPMന്റേതുമാണ്. CPIയുടെ സീറ്റ് വിട്ടു നൽകില്ല എന്ന് നേരത്തെ കാണിച്ചുകൊണ്ട് CPMന് കത്തും നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചേരുന്ന ചർച്ച, പ്രത്യേകിച്ചും LDF യോഗത്തിൽ ഈ സീറ്റ് വേണം എന്നുള്ള ആവശ്യത്തിൽ തന്നെ കേരള കോൺഗ്രസ് എം ഉറച്ചു നിൽക്കും. നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഒരു പക്ഷേ CPM ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും എന്നുള്ള വിവരങ്ങളാണ്. പ്രത്യേകിച്ചും CPM സീറ്റ് ഒരു പക്ഷേ രണ്ട് ടേമായി അല്ലെങ്കിൽ വിഭജിച്ച് 2.5 വർഷം വീതം അല്ലെങ്കിൽ അത് 2.5 വർഷം വീതം കേരള കോൺഗ്രസ് എമ്മും ഒപ്പം CPMും പങ്കിട്ടെടുക്കുന്നതിനെ കുറിച്ചും ഒരു സാധ്യതയുണ്ട്. എന്തായാലും ആ സാധ്യതകളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഒരു ചർച്ചയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പ്രത്യേകിച്ചും CPMന് ഈ സീറ്റ് അനിവാര്യമാണ്. കാരണം അവരുടെ ഏറ്റവും സീനിയറായുള്ള ഒരു നേതാവാണ് രാജ്യസഭയിൽ നിന്നും പുറത്തേക്ക് വരുന്നത്, ഇളമരം കരീം. നിലവിലെ സാഹചര്യത്തിൽ രാജ്യസഭയിൽ കേരള കോൺഗ്രസ് എമ്മിന് ഒരു സാധ്യത ലഭിച്ചില്ല എങ്കിൽ അവർക്കും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങും. കാരണം കോട്ടയം സീറ്റ് വിജയിക്കാത്തൊരു സാഹചര്യമുണ്ട്. അവരുടെ അവകാശവാദം ഇതാണ്: മധ്യ കേരളത്തിൽ 5 MLAമാരെ വിജയിപ്പിക്കുവാൻ കഴിഞ്ഞ പാർട്ടി എന്ന നിലയ്ക്ക് രാജ്യസഭാ സീറ്റിന് അർഹതയുണ്ട്. ആ സീറ്റ് നൽകിയ മതിയാവൂ എന്ന തരത്തിലേക്കാണ് കേരള കോൺഗ്രസ് എം അവകാശവാദം ഉന്നയിക്കുന്നത്. പക്ഷേ CPM വിട്ടുവീഴ്ചയാണെന്നുണ്ടെങ്കിൽ രാജ്യസഭയിലേക്ക് പോകുന്ന കാലാവധി പകുതിയായി വിഭജിച്ചെടുത്തുകൊണ്ടായിരിക്കും ഈ പ്രതിസന്ധി പരിഹരിക്കുക. കാരണം CPI ഈ സീറ്റ് വിട്ടുകൊടുക്കില്ല എന്ന നയം സ്വീകരിച്ച സാഹചര്യത്തിൽ. ശരി, രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ CPM വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ പ്രശ്നം പരിഹരിക്കപ്പെടും.